കേരളത്തിലെ എല്ലാ ജനകീയ വിഷയങ്ങളിലും കൃത്യമായി അത് നിരീക്ഷിക്കുകയും ആവശ്യമായ എല്ലാ സന്ദർഭത്തിലും അദ്ദേഹം നേരിട്ട് ഇടപെടുകയും ചെയ്തു. ഇതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിരോധികളുണ്ടായി. അദ്ദേഹത്തെ പല രീതിയിൽ ആക്ഷേപിച്ചവരുണ്ട്. യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്ന് കേരളത്തിലെ പ്രസിദ്ധമായൊരു കലാലയത്തിന് മുമ്പിൽ വിദ്യാർത്ഥി സംഘടനക്കാർ ബോർഡ് വെക്കുന്നവരുണ്ട്. തൻ്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്നാണ് സഖാക്കൾ ഉദ്ദേശിച്ചത്. പരിപ്പിൻ്റെ ഇംഗ്ലീഷാണ് ഈ നേരത്തെ പറഞ്ഞ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ. അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ടായി. ഇദ്ദേഹത്തെ വഴിയിൽ തടയും എന്ന് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല വളപ്പിൽ കാലെടുത്തിയ കുട്ടികൾ കാല് തല്ലിയൊടിക്കും എന്ന് എത്തപ്പൈക്കാർ പ്രഖ്യാപിച്ചു. അദ്ദേഹം കാലെടുത്തിയ കുട്ടിയില്ല, അതിന് ചെരുപ്പിട്ട് ചവിട്ടി. എത്തപ്പൈക്കാർ പലതരത്തിലുള്ള സമര കോലാഹലങ്ങളും ആഭാസതരങ്ങളൊക്കെ നടത്തി അപഹാസ്യരായി. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കാലെടുത്ത് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കോഴിക്കോട് മിഠായി തെരുവിൽ കൂടി പദയാത്ര നടത്തി എസ്എഫ്ഐക്കാരെ പരിഹസിച്ചു. ശങ്കരൻ ബേക്കറിയിൽ ചെന്ന് ഹലുവ മേടിച്ച് അതിൻ്റെ മാധുര്യത്തിന് ഉടമസ്ഥന്മാരെ പ്രകീർത്തിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല വിദ്യകളും അഭ്യാസങ്ങളൊക്കെ പയറ്റിയ ഒരു ഗവർണറായിരുന്നു ആരിഫ് ഖാൻ. അദ്ദേഹത്തിനെതിരെ മത്സരിച്ചവരൊക്കെ ഇളിഭരായി എന്നുള്ളതാണ് ചരിത്രം. അതുപോലെ അദ്ദേഹത്തെ റോഡിൽ തടയാനുള്ള ശ്രമം എത്തപ്പൈക്കാരുടെ ഭാഗത്തുണ്ടായി. ആ എത്തപ്പൈക്കാരൊക്കെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് കുറച്ച് നാൾ പൂജപ്പുര ജയിലിൽ സുഖവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഗവർണറോട് കളിച്ചവരൊക്കെ കളി പഠിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം. ആരിഫ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ എല്ലാ നടപടികളോടും യോജിപ്പുള്ള ആളല്ല ഞാൻ. എന്നാലും 1986 അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിൽ രാജിവെച്ച് പുറത്തു വന്ന കാലം മുതൽക്ക് എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം. ആ ബഹുമാനം ഇന്നേ ദിവസവും നിലനിൽക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഏതായാലും ആരിഫ് ഖാൻ ഇവിടുന്ന് പോയി. ഇനി വരുന്ന ആളെങ്ങനത്തെയെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഈ സർക്കാരുമായിട്ട് സമരസപ്പെട്ട് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ആരിഫ് ഖാനെ പോലെ ഒരാൾ ഇനി ഗവർണറായിട്ട് വരിക അത്ര എളുപ്പമല്ല. കാരണം അദ്ദേഹത്തെ പോലെ അദ്ദേഹം മാത്രമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.